എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെറ്റ് എക്സാമിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയാണ് സെറ്റ്. അപ്പോൾ അതിനാവശ്യമായ യോഗ്യതകൾ എന്തൊക്കെയെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ 50% കുറയാതെ മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും ബി.എഡും ആണ് അടിസ്ഥാന യോഗ്യത. ചില പ്രത്യേക വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ ബി.എഡ് വേണമെന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. SC/ST വിഭാഗത്തിൽപ്പെടുന്നവർക്കും PWD വിഭാഗത്തിൽപ്പെടുന്നവർക്കും ബിരുദാനന്തര ബിരുദത്തിന് 5% മാർക്ക് ഇളവ് കൂടി അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടിസ്ഥാന യോഗ്യതയിൽ 1 മാത്രം നേടിയവർക്ക് അപേക്ഷിക്കാവുന്ന നിബന്ധനകൾ അവിടെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തത്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം മാത്രം നേടിയവര് ബി.എഡ് കോഴ്സ് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. അവസാന വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കുന്നവർക്ക് ബി.എഡ് ബിരുദം ഉണ്ടായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഈ കാര്യങ്ങൾ പ്രകാരം സെറ്റ് പരീക്ഷ എഴുതുന്നവര് അവരുടെ PG അല്ലെങ്കിൽ ബി.എഡ് പരീക്ഷയുടെ നിശ്ചിത യോഗ്യത സെറ്റ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ 1 വർഷത്തിനകം നേടിയിരിക്കണം. അതായത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത നമ്മുടെ ഈ സെറ്റ് ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ 1 വർഷത്തിനകം നേടിയിരിക്കണം. അല്ലാത്ത പക്ഷം അവരെ ആ ചാൻസിൽ സെറ്റ് പരീക്ഷ പാസ്സായതായിട്ട് പരിഗണിക്കുന്നതല്ല എന്ന് കൂടി അറിയാൻ പറ്റുന്നുണ്ട്. പരീക്ഷ തീയതികൾ നമുക്കൊന്ന് നോക്കാം. ഈ പരീക്ഷയ്ക്ക് ഓൺലൈനായിട്ട് 25/9/2024 മുതൽ 20/10/2024 വരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതായത് ഈ മാസം 25 മുതൽ ഒക്ടോബർ 20 വരെ നമുക്ക് ഈ എക്സാമിന് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് പരീക്ഷാ ഫീസ് കൂടി നോക്കാം. ജനറൽ OBC വിഭാഗത്തിൽ പെടുന്നവര് പരീക്ഷാ ഫീസായിട്ട് 1000 രൂപയും SC/ST PWD വിഭാഗത്തിൽ പെടുന്നവർ 500 രൂപയായിട്ടാണ് ഓൺലൈനായിട്ട് നൽകേണ്ടത്. PWD വിഭാഗത്തിൽ പെടുന്നവര് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഗസ്റ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും SC/ST വിഭാഗത്തിൽ പെടുന്നവര് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും OBC നോൺ ക്രിമിലിയർ വിഭാഗത്തിൽ പെടുന്നവര് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ അത് 2023 സെപ്റ്റംബർ 26-നും 2024 ഒക്ടോബർ 25-നും ഇടയിൽ ലഭിച്ചതായിരിക്കണം എന്നിവ സെറ്റ് പാസ്സാകുന്ന പക്ഷം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. PWD വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രം മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഓൺലൈനായിട്ട് അപേക്ഷയോടൊപ്പം ഒക്ടോബർ 30 മുമ്പ് തിരുവനന്തപുരം LBS സെന്ററിൽ ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ് എന്നുകൂടി പറയുന്നുണ്ട്. സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവർ നിർബന്ധമായിട്ടും LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുകൂടി അവിടെ പറയുന്നുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ 2024 ഒക്ടോബർ 20-ന് രാത്രി 12 മണിക്ക് മുമ്പായിട്ട് പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പോയാൽ ലഭിക്കുന്നതാണ്. www.lbscenter.kerala.government.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പരീക്ഷാ രീതി കൂടി നോക്കാം. ഇവിടെ 2 പേപ്പറുകളായിട്ടാണ് ഉണ്ടായിരിക്കുക. പേപ്പർ 1 എല്ലാവർക്കും പൊതുവായിട്ടുള്ളതായിരിക്കും. ഈ പേപ്പറിന് തന്നെ 2 വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. A വിഭാഗത്തില് പൊതുവിജ്ഞാനമാണ്, മറ്റൊന്ന് അധ്യാപന അഭിരുചി. ഇതിന്റെ പേപ്പർ 2 ബിരുദാനന്തര ബിരുദ തലത്തിൽ പഠിച്ച വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതായിരിക്കും. ഇനി നമുക്ക് ഈ പരീക്ഷയുടെ വിഷയങ്ങൾ കൂടെ നോക്കാം. അത് ഈ പട്ടികയിൽ നൽകിയിട്ടുണ്ട്. ഈ പേജ് 1-ലെ പട്ടികയിൽ പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളിലാണ് ബിരുദാനന്തര ബിരുദം നേടിയത് എങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നുള്ള അംഗീകാരവും തുല്യതയും തെളിയിക്കുന്ന രേഖകൾ കൂടി നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയുടെ സമയം കൂടി നൽകിയിട്ടുണ്ട്. ഓരോ പേപ്പറിനും 120 മിനിറ്റ് ദൈർഘ്യമായിട്ട് ഉണ്ടായിരിക്കുക. പേപ്പർ 1-ന് ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്ന രീതിയിൽ പാർട്ട് എക്കും പാർട്ട് ബിക്കും 60 ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് ആകെ 120 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി പേപ്പർ 2-ന് കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒഴികെയുള്ള വിഷയങ്ങൾക്ക് 1 ചോദ്യത്തിന് 1 മാർക്ക് എന്ന രീതിയിലായിരിക്കും 120 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. ഇനി കണക്കിനും സ്റ്റാറ്റിസ്റ്റിക്സിനും 1.5 മാർക്ക് വീതമുള്ള 80 ചോദ്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി പരീക്ഷ വിജയിക്കാൻ ആവശ്യമായ മാർക്കിന്റെ ശതമാനം കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അവിടെ ജനറൽ വിഭാഗത്തിന് പേപ്പർ 1-ന് 40, പേപ്പർ 2-ന് 40, അങ്ങനെ ആകെ 48% വേണം.
OBC അതായത് മേൽത്തട്ട് വിഭാഗത്തിൽ പെടാത്തവർക്ക് പേപ്പർ 1-ന് 35, പേപ്പർ 2-ന് 35, അങ്ങനെ ആകെ 45%. SC/ST വിഭാഗക്കാർക്ക് 35, പേപ്പർ 1-ന് 35, പേപ്പർ 2-ന് 35, അങ്ങനെ ആകെ 40 കൂടി വേണം. OBC SC/ST വിഭാഗത്തിൽ പെടുന്നവർ മാർക്ക് ഇളവ് ലഭിക്കുന്നതിന് അവരുടെ ജാതി സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. സിലബസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ സെറ്റ് പരീക്ഷയുടെ സിലബസ് കേരളത്തിലെ സർവകലാശാലകളിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് അംഗീകരിച്ചിട്ടുള്ള അതാത് വിഷയങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓരോ വിഷയത്തിനുമുള്ള അംഗീകരിച്ച സെറ്റ് സിലബസ് LBS സെന്ററിന്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് യോഗ്യതയ്ക്കുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്ന് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദത്തിൽ 50% കുറയാത്ത മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കൂടാതെ ഏതെങ്കിലും വിഷയത്തിൽ BEdഉം ഉണ്ടെങ്കിൽ അവർ സെറ്റ് ജനുവരി 2025 അപേക്ഷിക്കാൻ യോഗ്യരാണ്. ഇനി നിങ്ങൾ മറ്റേതെങ്കിലും സംസ്ഥാനത്തു നിന്നാണ് ഈ യോഗ്യത നേടിയിട്ടുള്ളത് എങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച തുല്യതാ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതാണ് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. അത് കുറച്ചുകൂടി നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. NCERT അംഗീകരിച്ച റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിൽ 50% കുറയാത്ത മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് നേടി ലൈഫ് സയൻസിലൊക്കെ തന്നെ ബിരുദം നേടിയവർക്ക് കൂടി ഇതിനെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ഏതാനും ചില വിഷയങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട്. കൊമേഴ്സ്, ഫ്രഞ്ച്, ഹോം സയൻസ്, ജർമ്മന്, സോഷ്യോളജി, ഫിലോസഫി, അങ്ങനെ ഏതാനും വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം ഉള്ളവർക്ക് കൂടി സെറ്റ് പരീക്ഷ എഴുതുന്നതിന് BEd യോഗ്യത നിർബന്ധമല്ല എന്നുകൂടെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഇതിന്റെ സൈറ്റിൽ പോയാൽ വിശദമായി തന്നെ പരിശോധിക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയാൽ കൂടുതൽ വിവരങ്ങൾ ഇതേപടി ലഭിക്കുന്നതാണ്. ഓൺലൈനായി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിന്റെ വെബ്സൈറ്റ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെറ്റ് പാസ്സാകുന്നതിനുള്ള മാർക്ക് ഇളവ് ലഭിക്കുന്നതിന് അർഹരായ പരീക്ഷാർത്ഥികളുടെ പരീക്ഷാ ഫലം അവർ ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തയ്യാറാക്കുക. ഇത്തരത്തിലുള്ള മാർക്ക് ഇളവിന് വേണ്ടി പിന്നീട് സമർപ്പിക്കുന്ന അപേക്ഷകളോ സർട്ടിഫിക്കറ്റുകളോ സ്വീകരിക്കുന്നതല്ല എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. 1-ാം വർഷ PG BEd വിദ്യാർത്ഥികൾക്ക് സെറ്റിന് അപേക്ഷിക്കാൻ അർഹതയില്ല. ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് അപേക്ഷകരുടെ റിസർവേഷൻ കാറ്റഗറി കൃത്യമായി വ്യക്തമാക്കാൻ ശ്രദ്ധിക്കണം. ഓൺലൈൻ രജിസ്ട്രേഷൻ സമർപ്പിച്ചതിന് ശേഷം റിസർവേഷൻ കാറ്റഗറി മാറ്റം അനുവദിക്കുന്നതല്ല എന്നുകൂടി പറയുന്നുണ്ട്. അപേക്ഷാ ഫീസ് ഓൺലൈൻ മോഡ് വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും തിരികെ നൽകില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഉദ്യോഗാർത്ഥികളെ പ്രൊഫഷണൽ ആയിട്ടാണ് പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത്. രേഖകളുടെ പരിശോധനാ സമയത്ത് പ്രസക്തമായ രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. ഇനി അവസാനമായി സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന PG BEd അവസാന വർഷ വിദ്യാർത്ഥികൾ സെറ്റ് പരീക്ഷയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മേലധികാരി സാക്ഷ്യപ്പെടുത്തിയ നിശ്ചിത മാതൃകയിലുള്ള ഒരു സാക്ഷ്യപത്രം കൂടി നിങ്ങൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇതിന്റെ മാതൃക നിങ്ങൾക്ക് LBSന്റെ വെബ്സൈറ്റിൽ പോയാൽ ലഭിക്കുന്നതാണ്.